ഓണം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ദാ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു അല്ലെങ്കിൽ മുറ്റത്തെത്തി നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നാളെ ഉത്രാടമാണ്. നാളെ എന്ന് പറഞ്ഞാൽ ദാ ഇപ്പോൾ വൈകുന്നേരമായി, ഇന്നത്തെ രാത്രി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉത്രാടമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും പൂവും പൂക്കളവും ആഘോഷങ്ങളും ഒക്കെ മാത്രമാണ്. ഓണം ഗംഭീരമാക്കാനായിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് ഉത്രാട തലേന്ന് മലയാളി. ഇന്നത്തെ കാലത്ത് ഉത്രാടപ്പാച്ചിലൊക്കെ ഉണ്ടോ? എല്ലാം നമുക്ക് ഇൻസ്റ്റാമാർട്ടിലും അതുപോലെ തന്നെയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനിലും ഒക്കെ കിട്ടില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. പക്ഷേ പുറത്തേക്ക് ഇറങ്ങി വിപണിയൊക്കെ ഒന്ന് കണ്ട് സാധനങ്ങളൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഓണത്തിന്റെ ഒരു രീതി. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വിപണിയും സജീവമായി കഴിഞ്ഞു. സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് കുറച്ച് കഴിയുമ്പോഴേക്കും ഔദ്യോഗികമായി കനകക്കുന്നിൽ തുടക്കമാവുകയാണ്. അവിടെ വെട്ടവും വെളിച്ചവും എല്ലാം തയ്യാറായിട്ടുണ്ട്. ഒപ്പം വിപണികളും തയ്യാറായിട്ടുണ്ട്. സുനിഷ അയലൂർ ചാല കമ്പോളത്തിലെത്തി നിൽക്കുന്നുണ്ട്. സാനിയോ മനോമി കോഴിക്കോട് മിഠായി തെരുവിലാണ്. സജോ ദേവസ്യ തൃപ്പൂണിത്തുറയിലുണ്ട്. സാന്ത്വന യാത്രക്കാർക്കിടയിലാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് എവിടെയോ ആണ് സാന്ത്വന നിൽക്കുന്നത്. നമ്മുടെ അലി അക്ബർ ഷാ കൊച്ചിയിലൂടെ ഇങ്ങനെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗോകുലാണെങ്കിൽ കനകക്കുന്നിൽ പോയി ഓണം കാണാൻ പോകുന്നു. അങ്ങനെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാവരും തയ്യാറായി നിൽക്കുന്നു. നമുക്ക് സുനിഷ അയലൂരിൽ തന്നെ തുടങ്ങാം. സുനിഷ അയലൂർ ഉച്ച കഴിഞ്ഞപ്പോൾ ചാലക്കമ്പോളത്തിലേക്ക് പോയതാണ്. അവിടെ നിന്ന് എന്തൊക്കെയോ സദ്യവട്ടങ്ങളൊക്കെ വാങ്ങാനൊക്കെയുള്ള പ്ലാൻ ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. ഗുഡ് ഈവനിങ് സുനിഷ അയലൂർ. എന്തായി ചാല കമ്പോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്പോളങ്ങളിലും വെച്ച് ഓണത്തിന് ഏറ്റവും തിരക്കുള്ള ഇടമാണ്. മറ്റ് വാരാന്ത്യങ്ങളിൽ നമ്മൾ കാണുന്ന തിരക്കിനും അപ്പുറത്തേക്ക് സാധനങ്ങൾ വാങ്ങാനായി കൂടുതലായി ആളുകൾ എത്തുന്നുണ്ടോ ഈ പൂരാട ദിനത്തിൽ? ഗുഡ് ഈവനിങ് സുജയ. ആളുകൾ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ കാണാൻ പറ്റുമായിരിക്കും കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അപ്പൊ വെയിലൊക്കെ ആറിയതിന് ശേഷം എത്താമെന്ന് കരുതുന്ന ആളുകൾ ഇവിടെ ഉണ്ടെന്നാണ് കരുതുന്നത്. കാരണം ചാലയിൽ അങ്ങനെ അങ്ങോട്ട് തിരക്ക് കൂടിയിട്ടില്ല. പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ നല്ല തിരക്കാവും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം ചാലയിൽ സുജയ പറഞ്ഞതുപോലെ എല്ലാം ചാലയിൽ കിട്ടും എന്നുള്ളതാണ്. ഇനി ഓണത്തിന് വേണ്ട ഇത് പൂക്കളം ഒരുക്കുന്നത് തൊട്ട് അങ്ങ് സദ്യവട്ടം വരെയുള്ള എല്ലാ കാര്യങ്ങളും ചാല മാർക്കറ്റിൽ കൃത്യമായി കിട്ടുമെന്നുള്ളതുണ്ട്. ഇവിടെ ഏതായാലും ഇതൊരു പൂ മാർക്കറ്റാണ്. ചേട്ടാ എല്ലാം വാങ്ങി കഴിഞ്ഞു? വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഓണമൊക്കെ? എങ്ങനെയുണ്ട്? ഓണം ഉഷാറാവാൻ പോണ്. പൂക്കൾ വാങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ സദ്യവട്ടത്തിനുള്ള സാധനമൊക്കെ വാങ്ങിക്കഴിഞ്ഞു? അതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓണാഘോഷമൊക്കെ എങ്ങനെയാണ്? പൊളിയാണ്, തകർക്കാണ്. ആദ്യം തന്നെ ഓണം എന്ന് പറയുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്താ? പൂക്കളം. അതന്നെ സദ്യം, നല്ല ഭക്ഷണം കഴിക്കുക, അത്രേ ഉള്ളൂ. നല്ല പൂക്കളൊക്കെ ഇപ്പൊ വാങ്ങിക്കഴിഞ്ഞു? വിലയൊക്കെ എങ്ങനെയുണ്ട്? വില സൂപ്പർ വിലയാണ്. ഓണക്കാലല്ലേ, മാക്സിമം മേടിക്കേണ്ടവര്. ആയിക്കോട്ടെ. ഇവര് പൂക്കൾ വാങ്ങുന്ന തിരക്കിലാണ്. ഒപ്പം തന്നെ ഇതാ ചേച്ചി എങ്ങനെയുണ്ട് ഓണമൊക്കെ? പൂക്കൾ വാങ്ങുന്ന തിരക്കിലാണ്. അതെ, ആഹാരമായി. ആദ്യം ഓണസദ്യയാണ്. തീർച്ചയായും. ഏതായാലും ഇത് എല്ലാവരും ഇങ്ങനെ ഇവിടെ പൂക്കൾ വാങ്ങുന്ന തിരക്കിലാണ്. ഇനി കുറച്ച് അങ്ങോട്ട് പോയ ഒരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ട്. അവിടെയും ആ തിരക്ക് കൂടി വരുന്നതേ ഉള്ളൂ. സുജയ, പ്രധാനപ്പെട്ട ഒരു ഓണം മൂഡിലേക്ക് എത്തിക്കഴിഞ്ഞു. സുനിഷ, നമ്മൾ സാധാരണ പുറത്തേക്ക് റിപ്പോർട്ടിംഗ് ഇറങ്ങുന്നതിനേക്കാളും ഈ ഓണം സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് കുറച്ചുകൂടി ഒരു സന്തോഷം തോന്നും അല്ലേ? ആളുകളുടെ മുഖത്ത് ഒരു സന്തോഷം, മറ്റ് ടെൻഷനുകളൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒരു ആഘോഷ മൂഡിലേക്ക് എത്തുന്നല്ലേ? ഏത് മൂടെന്ന് ചോദിച്ചാൽ ഓണം മൂഡ് അല്ലെങ്കിൽ ആഘോഷ മൂടെന്ന് പരസ്പരം പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലേ? ഉറപ്പായിട്ട് സുജി, അത് നമുക്ക് ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ കാണാനും കഴിയും. ആളുകളെല്ലാം എപ്പോഴും ഹാപ്പിയാണ്, ഒരു ആഘോഷത്തിന്റെ മൂഡിലേക്ക് മാറിയിട്ടുണ്ട്. അതൊരു പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം കൂടിയാണ്. എല്ലാവരുടെ മുഖത്തും ഒരു ചിരി ഉണ്ടാവും. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഓണം എങ്ങനെ ആഘോഷിക്കാം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ആഘോഷത്തിന്റെ ഒരു സമയത്തിലേക്ക് കടക്കുകയല്ലേ, അതിനൊക്കെ അവരുടെ മുഖത്തൊക്കെ അത് കാണാൻ കഴിയുക. ഇവിടെ സാധനമൊക്കെ വാങ്ങി പോകുന്ന ഒരുപാട് പേരെ കാണാം. എങ്ങനെയുണ്ട് ഓണമൊക്കെ? സാധനങ്ങളാണ്. അതെ അതെ, ഇത് നമ്മള് പൂക്കളിടാൻ വേണ്ടിയുള്ള ഇങ്ങനെ തകർത്ത് സാധനങ്ങൾ വാങ്ങി പോവാണ്. നാളത്തെ ഇപ്പൊ നമ്മളിവിടെ ആർക്കെ വെഡിങ് മോളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര്, അപ്പൊ നമുക്ക് അവിടത്തേക്കുള്ള കളത്തിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തേക്കും. സദ്യ ഉണ്ടാവില്ലേ അല്ലേ? അപ്പൊ അതൊക്കെ അവിടെ സെറ്റ് ആകും. ഓ ഉഷാർ, അടിപൊളി. ഇവര് പൂക്കളൊക്കെ വാങ്ങി പോകുന്ന ആളുകളാണ്. ഇനിയിപ്പോ അടുത്ത ഓണത്തിനുള്ള വട്ടങ്ങൾ അടുത്ത സ്ഥലത്ത് നിന്ന് വാങ്ങാം എന്നുള്ളതാണ്. ഏതായാലും ഉഷാറായിട്ട് ഹാപ്പി ആണ് കേട്ടോ. അങ്ങനെ സുജയ, ഇതാ സന്തോഷമുള്ള കുറെ മുഖങ്ങൾ ഇങ്ങനെ. അതാണ് നമുക്ക് സാധാരണ നമ്മൾ ഈ പറയുന്ന ടെൻഷനും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് വൈബായിട്ട് ആ ഓണം അങ്ങോട്ട് ആഘോഷിക്കുന്ന മൂഡിലേക്ക് മലയാളി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ സുനിഷ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാണിച്ചു തന്നത്. കാണാൻ വിറ്റും ഓണം ഉണ്ണണമെന്ന് പറഞ്ഞാൽ ഇത്തവണ പക്ഷേ കാണാൻ വിറ്റൊന്നുമല്ല, എല്ലാവരും കയ്യിൽ സമ്പാദ്യമൊക്കെ ശേഖരിച്ചു വെച്ച് ഓണം പരമാവധി ആഘോഷമാക്കുകയാണ്.